ഇത്രയും നാള് ഇപ്പം എനിക്കും ടോയ്ക്കുമൊക്കെ നമുക്ക് വളരെ അടുത്ത് 2 അക്ഷരം കൊണ്ട് വിളിക്കാൻ പറ്റുന്ന ആളായിരുന്നു. നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തെ ടെലിവിഷനിലും എന്തിന് ഓരോ സ്റ്റേജ് ഷോയും അദ്ദേഹം വരുമ്പോൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മുഴങ്ങുന്ന കയ്യടി നമുക്കറിയാം. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എന്നും കൂടി ചേർത്ത് ക്ഷണിക്കണം. കാരണം ഞാൻ ഇപ്പോൾ ഈ വേദിയിലോട്ട് ക്ഷണിക്കാൻ പോകുന്നത് അദ്ദേഹം കേരളത്തിന് പുറത്ത് അല്ല, ഇന്ത്യക്ക് പുറത്ത് ചെയ്യുന്ന ആദ്യത്തെ ഷോ ആഫ്റ്റർ എലക്ഷൻസ്. Ladies and gentlemen, it's my proud privilege to welcome പാലക്കാടിന്റെ ബഹുമാനപ്പെട്ട MLA രമേശ് പിഷാരടി. ഔപചാരികമായിട്ടൊരു സ്വാഗതം കൊടുത്തേ മതിയാവുള്ളൂ. കാരണം അദ്ദേഹത്തിന് നടന്നിരിക്കുന്നത്, അദ്ദേഹം ഒരു ഒഫീഷ്യൽ പൊസിഷനിലും കൂടി ഇരിക്കുന്നതാണ്. പണ്ടൊക്കെ നമുക്ക് എങ്ങനെ വേണേ ഇറങ്ങി നടന്ന് എന്ത് വേണേ ചെയ്യാമായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം എല്ലാം കൊണ്ടും പാലക്കാട്ടോട്ട് താമസം മാറി പാലക്കാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനൊക്കെ പുറമെ ശ്രീകുമാറേട്ടാ, UK മലയാളികളുടെ പേരിൽ അല്ല, എല്ലാ പ്രവാസികളുടെയും പേരിൽ ഒരു സ്വാഗതം അരുളണം, ഒരു ബഹുമാനം അരുളണം നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക്. ശ്രീകുമാറേട്ടാ, മേ ഐ വെൽക്കം യു ഓൺ ടു ദ സ്റ്റേജ്. ബഹുമാനപ്പെട്ട പിഷാരടി MLA വളരെ നാളുകളുണ്ട്, എനിക്കറിയാം, 10-20 വർഷമായിട്ടുള്ള പരിചയമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഈ ഇലക്ഷൻ നടന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വന്ന ശരങ്ങൾ വളരെ സൗമ്യതയോടുകൂടി നേരിട്ടു എന്നുള്ളതാണ് ഞാൻ അഭിമാനത്തോടു കൂടി ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അടുത്ത തവണ ഞങ്ങളുടെ ഈ അവാർഡ് ദാന ചടങ്ങിൽ വരുമ്പോൾ ഇദ്ദേഹത്തിൽ ഒരു വളർച്ച ഞാൻ കാണുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇവിടെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീകുമാറേട്ടാ, വളരെയധികം നന്ദിയുണ്ട്. നാക്ക് പൊന്നായിരിക്കട്ടെ കേട്ടോ. താങ്ക് യു ശ്രീകുമാറേട്ടാ. താങ്ക് യു പ്ലീസ്. എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം, സ്നേഹം, സന്തോഷം. ഈ മിഥുൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു പൊതു ഫംഗ്ഷനാണ് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തായിട്ടുള്ളത്. അത് ആനന്ദ് TV അവാർഡ്സ് ആകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 5ാമത് ആനന്ദ് TV അവാർഡാണിത്. ഈ 5ൽ 4 എണ്ണത്തിലും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. വീണ്ടും ക്ഷണിച്ചു, വന്നു. അപ്പോൾ ശ്രീകുമാർ ഏട്ടൻ ഇവിടെ വന്നപ്പോഴും എന്നോട് ചോദിച്ചു, യാത്ര, ഈ പുതിയ യാത്ര എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വരുമ്പം ഫ്ലൈറ്റിൽ തൊട്ടപ്പുറത്ത് ഒരമ്മയും കുഞ്ഞും, ഇംഗ്ലീഷുകാരിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കുഞ്ഞ് നമ്മുടെ ഉറക്കം അതിൻ്റെ പീക്കിലെത്തുമ്പോൾ കരയാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്ന കുഞ്ഞാണെന്നും കുറേ നാളായിട്ട് ഉറങ്ങിയിട്ടില്ല, ഈ വരവിലാണെന്ന് ഉറങ്ങാൻ തീരുമാനിച്ചത്. ഉറക്കം പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ആ സ്ത്രീയുടെ മുഖത്തോട് നോക്കിയ ഉടനെ ആ സ്ത്രീനോട് ചോദിച്ചു, ആർ യു ട്രാവലിംഗ് അലോൺ എന്ന് ചോദിച്ചു. യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ്, ഇംഗ്ലീഷിലാണ്, ഹസ്ബൻഡ് അപ്പുറത്ത് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്, അയാളെ ഒന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് നിങ്ങളൊന്ന് അങ്ങോട്ട് ഇരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രോഗി ഇച്ഛിച്ചതും മദാമ്മ കൽപ്പിച്ചതും പാല് എന്നുള്ള അവസ്ഥയായതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ മുന്നിലേക്ക് പോയി. അവിടെ ചെന്നിരുന്നപ്പോൾ ഭർത്താവ് ഇങ്ങോട്ട് വന്നു. എൻ്റെ അടുത്തൊരു അമ്മാമ്മയാണ്, ഒരു ഇംഗ്ലീഷുകാരി അമ്മാമ്മയാണ്. കുഴപ്പമൊന്നും ഉണ്ടാക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കി, ഇത് അങ്ങോട്ട് പോയ ഭർത്താവിൻ്റെ അമ്മയാണ് ഈ അമ്മാമ്മ. അവൻ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഈ അമ്മാമ്മയ്ക്ക് കൊടുത്തിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. ഞാനും അമ്മാമ്മയും കൂടെ ഇവിടം വരെ ആ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ജെറ്റ് ലാഗിൻ്റെ പ്രശ്നമില്ല, ഉറങ്ങിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. ഒരു കലാപരിപാടികളുടെ ദീർഘമായ അവതരണത്തിനല്ലാതെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വേദിയിലേക്ക് വരുന്നതാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയപൂർവ്വമായ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഒരു ജോലിയും കൂടി, ഒരു ജോലിയുണ്ട്. അതാണ് അത്. പിഷുവും കൂടി നിർത്തിക്കണം, ഉറപ്പായിട്ട്. പിഷുവും കൂടി നിൽക്കവേ തന്നെ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ചെയ്യാൻ ഉറപ്പല്ലേ?